നല്ല പഴക്കമുള്ള മരമെല്ലാം ഉണ്ടല്ലേ? എല്ലാം 100-200 കൊല്ലത്തിന് മുകളിൽ പഴക്കമുള്ളതാണ്. കാപ്പി തന്നെ മെയിൻ. കാപ്പി നാരങ്ങ. ഓറഞ്ച് ഇപ്പൊ പറിച്ചു പോയതാ. നല്ല ഓറഞ്ചായിരുന്നു. ഇതിന്റെ കാപ്പിത്തോട്ടത്തിലൊക്കെ ഉപരിയായിട്ട് ഇതിനകത്ത് മരവും ഇതിന്റെ ലാൻഡുമാണ്. കാരണം വയനാട്ടില് ഇത്ര നിരപ്പുള്ളൊരു ഭൂമിയില്ല ഒരു എസ്റ്റേറ്റ്. ഇതിപ്പോ നല്ലൊരു കൃഷിക്കാരന്റെ കയ്യിലാണ് കിട്ടുന്നത്. കൂടി നല്ല പ്ലാന്റേഷൻ അറിയാവുന്ന എങ്ങനെ ഉണ്ടാവും അറിയോ? ഇതിനകത്തൊരു 60% മരം കൂടി കട്ട് ചെയ്യാം. മരം മുറിക്കാൻ പ്രശ്നമില്ല. തടി കൊണ്ടുപോകാൻ എന്ത് പ്രശ്നം? ജമ്മു അല്ലേ ഇത്. പിന്നെ ഇത് ഉദ്ദേശിക്കുന്ന പോലെ ഒരു കാടടച്ച് അങ്ങനെ വെടിവെക്കാൻ പറ്റത്തില്ല. അതായത് ഉദ്ദേശിക്കുന്ന രീതിയിൽ കാടടച്ചിട്ട് വന്നിട്ടൊരു 10-20 മെഷീനും പ്രകൃതിക്കാരൊക്കെ ഉണ്ടല്ലോ. ഇത് വീട്ടിക്ക് നമ്മൾ ഹൈക്കോടതി നൽകണം. ആണെന്നുണ്ടെങ്കിൽ സ്റ്റേ വരും ഈ പത്രക്കാരെ കൂടെ ചുരുണ്ടാക്കിയിട്ട്. അപ്പൊ അത് ഇല്ലാണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് എടുക്കുവാണെങ്കിൽ കുഴപ്പമില്ല. അത് ഇവിടെ തള്ളിക്കണം. റേഞ്ചിൽ കൊടുത്തിട്ട് നമുക്ക് അവിടെ പോകാൻ പറ്റുള്ളൂ. താമസമല്ലോ ഇവിടെ പണിക്കാർ കോട്ടയത്തുണ്ട്. ആകെ 48 പേരേ ഉള്ളൂ പെർമനന്റ്. ബാക്കി ഡെയിലി വേസിന് വിളിക്കാം. പണിക്കാർ താമസിക്കുന്നത് കുറെ പേര് പുറത്ത് താമസിക്കുന്നത്. അതിനകത്ത് കുറച്ച് പേരുള്ളൂ. നിങ്ങൾ പറഞ്ഞ പോലെ ആ സ്ഥലം ഒരു നല്ല സ്ഥലം തന്നെയാണ്. നോക്കുന്നുണ്ടല്ലേ? കാപ്പിയിലെ നല്ലോണം നോക്കുന്നുണ്ടല്ലോ. നല്ലോണം നോക്കുന്നത് ഇതൊന്നും പോരാ. നോട്ടം കാപ്പിയുടെ നോട്ടം ഇതൊന്നുമല്ല. അത് കാലാകാലങ്ങളിൽ പൂണും ചെയ്ത്. പിന്നെ ഇതിനകത്തുള്ള മെച്ചം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വരെ ഒരു ചാക്ക് രാസവളം വരെ ഇതിനകത്ത് കയറിയിട്ടില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ മെച്ചം. പിന്നെ ഇത് എടുക്കുന്നവന് 1 ഇഞ്ച് കൃഷി നടത്തി കഴിഞ്ഞാൽ കാപ്പി കച്ചാലും പൂണും ചെയ്തിട്ടേ പിന്നെ ഈ കൊടുക്കുന്ന പൈസ കൂടിയാണ്. ഇത് താഴത്തെ ഒരു കുറച്ചുകൂടെ ഫോറസ്റ്റ് നമ്മളെ ഫോറസ്റ്റ് പിടിച്ചതായിരുന്നു. ഈ കാട് പിടിച്ചെടുക്കണമല്ലോ ഇത്. ഫോറസ്റ്റ് അല്ല, നമുക്ക് കേസുള്ളതാണ്. 50 ഏക്കർ നമ്മളെ ഇപ്പൊ വിൽപ്പനയുള്ളതല്ല, അത് വിൽപ്പനയ്ക്ക് പുറത്താണ്. 50 ഏക്കർ. പിന്നെ ഇതിന്റെ മോൾ ഭാഗം ഫോറസ്റ്റാണ്. അങ്ങോട്ട് ഇതിലെ കയറി പോകുമ്പോൾ എടുത്താൽ മതി.
ഇത് അങ്ങോട്ട് താഴെ കുറെ ഉണ്ടോ സ്ഥലം? ഒരു 3/4 കിലോമീറ്റർ. നമുക്ക് 3.5-4 കിലോമീറ്ററാണ് നമ്മുടെ നീളം മൊത്തം. ഇത് മെയിൻ റോഡിൽ നിന്ന് ഈ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ വരും. ഇവിടെ വേറെ ബിൽഡിംഗ് ഉണ്ട് ഉള്ളിൽ? സായിപ്പിന്റെ ബംഗ്ലാവുണ്ട്, പിന്നെ മാനേജറുണ്ട്. മാനേജറിന്റെ അവിടെ സായിപ്പ് വർഷത്തിലൊരു പ്രാവശ്യമൊക്കെ വന്നിട്ട് താമസിച്ചിട്ട് നമുക്ക് പോകത്തുള്ളൂ. ഇഷ്ടം പോലെ ഉണ്ടല്ലോ. മരം മിനിമം ഒരു 200 കൂടെ മരം ഉണ്ടാവും. അങ്ങനെ വിൽക്കാനൊന്നും പറ്റില്ല അല്ലേ ഒറ്റയടിക്ക്? അല്ല, നമുക്ക് ഈ വീട്ടിൽ വെച്ച് ബാക്കിയുള്ള എപ്പം മുഴുവൻ മുറിക്കാമല്ലോ. വീട്ടിലേക്ക് മാത്രമേ കട്ടിങ് പെർമിറ്റ് എടുക്കണ്ടോ. വീട്ടിലും തേക്കും, കുറച്ച് തേക്കുള്ളൂ. മറ്റൊരു സാധനം റേഞ്ചർ പാസ് മതിയല്ലോ. മുകളിലോട്ടോ ഇങ്ങോട്ട് സ്ഥലം? മുകളിലോട്ടൊരു അതാ ബിൽഡിംഗ് കാണുന്നില്ലേ, താഴോട്ട് അവരെ ഉണ്ടാവില്ല. ഇതാ ഫോറസ്റ്റ് വരുന്നേ? അല്ലല്ല, അത് പ്രൈവറ്റ്. ഇതിന്റെ മുകളിൽ ഈ ആദിവാസി കോളനി. അപ്പൊ അവിടെ നിന്നാണ് നമുക്ക് ലോക്കൽ പണിക്കാർ വരുന്നത്. ശരി. ഈ ബിൽഡിങ്ങിലത് ഇത് കാപ്പി ഉണക്കുന്നതും കാപ്പി സ്റ്റോക്ക് ചെയ്യുന്നതും ഉപയോഗിക്കുന്നില്ല. പിന്നെ ആദ്യം പണിക്കാരും ഈ സൂപ്പർവൈസർമാരൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ സൂപ്പർവൈസർമാരൊന്നുമില്ല, മാനേജർ മാത്രം. ഒരു സൂപ്പർവൈസറുള്ളത് അത് പുറത്താണ് താമസിക്കുന്നത്. പണ്ട് സായിപ്പിന്റെ ആദ്യകാലങ്ങളിലൊക്കെ അവർക്കൊന്നും സ്വന്തമായി സ്ഥലം ഉണ്ടാവുമല്ലോ. ഇപ്പം എല്ലാവരും 5 സെന്റ് സ്ഥലമൊക്കെ മേടിച്ച് ഇവിടെ എടുക്കാം. എന്നാ സൂരജ് വെള്ളം സ്വാഭാവികമായിട്ട് മുകളിൽ ഇഷ്ടം പോലെ വെള്ളം വരുന്ന പൈപ്പ് വഴി അവിടെ പുഴയുണ്ട്. മുകളിൽ വലിയ പുഴയുണ്ട്. സൂപ്പർ ചെയ്യാനായിട്ട് എന്താ സൂപ്പർ അല്ലേ? കേരളത്തിൽ എവിടെ ചെന്നാലും ഇങ്ങോട്ട് ലാൻഡ് കിട്ടിയ ഒരു ആ ചെറുക്കാതിര് അതിനകത്താണ് തോട് പോകുന്നത്. അപ്പുറം അത് ഒരു കുറേ സിൽവർ റോപ്പ് കാണുന്നില്ലേ ഇപ്പുറത്തൂടെ, അതിന് നമ്മുടെ തോടാണ്. അത് വേറെ പട്ടിയുടെ
സ്ഥലം ബ്യൂട്ടിഫുൾ തന്നെയാണ്. പിന്നെ ഇവർ പറഞ്ഞ പോലെ 3 ഏക്കർ സ്ഥലത്ത് ഒരു 15 ലക്ഷം റുപ്യ കൂട്ടിക്കോ. അതങ്ങനെ വലിയ ബിൽഡിങ്ങാ ഈ അവിടെ നമ്മള് നമ്മളെ പാർട്ടിയിട്ട് എടുത്ത് കൊടുക്കേണ്ട ഇൻഫർമേഷൻ എത്ര ഇത് സാഹിബിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പൈസ അക്കൗണ്ട് 30 കോടി 30 അത് മതി. വീതി വേണ്ട, പിന്നെ അത് ട്രാൻസ്ഫർ ആക്കി കൊടുത്താൽ മതി. മറ്റേ 5 കോടി ആക്കി പോകുമ്പം നമ്മൾ ഈ